താമരശ്ശേരി ചുരത്തിൽ അപകടത്തിൽപ്പെട്ട ലോറിയിലുണ്ടായവരെ പുറത്തെടുത്തു. പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇവരെ സുരക്ഷിതമായി പുറത്തെടുത്തത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്കാണ്. ഒൻപതാം വളവിൽ അപകടം നടന്ന ഭാഗത്ത് ഒരു വരിയായി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ചുരം വഴി കടത്തിവിടുന്നില്ല. മിഥിലാബാലൻ താമരശ്ശേരി ചുരത്തിൽ ചേർന്നു. മിഥില, വല്ലാത്തൊരു അപകടമാണ്. തലനാരിയൊക്കെയാണ് അത് മുഴുവനായി ഈ ചുരത്തിലേക്ക് പതിക്കാതെ ഇരുന്നത്. ഡ്രൈവറെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? ഇപ്പോൾ ആ വാഹനം അവിടെ നിന്ന് മാറ്റാനായിട്ടുണ്ടോ? 12:45 ഈ ഒരു അപകടമുണ്ടായത്. താമരശ്ശേരി ചുരത്തിൽ 9-ാം വളവിലാണ്. നിയന്ത്രണം വിട്ട ലോറി ഈ ഒരു സംരക്ഷണ ഭിത്തി തകർത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാതി കൊക്കയിലേക്ക് വീഴാറായ ഒരു അവസ്ഥയിലായിരുന്നു. ലോഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ലോറി കൊക്കയിലേക്ക് വീഴാതിരുന്നത്. 2 പേരാണ് ഈ വണ്ടിയിലുണ്ടായിരുന്നത്. അതിൽ ഡ്രൈവറും മറ്റൊരാളുമായിരുന്നു. ആ ഡ്രൈവറെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിസാഹസികമായി തന്നെയാണ് ആ ഡ്രൈവറെ ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുള്ളത്. പോലീസും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ചുരസംരക്ഷണ സമിതി പ്രവർത്തകരും എല്ലാം തന്നെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായത്. വണ്ടി അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. കണ്ടെയ്നർ ലോറിയാണ്, അതുകൊണ്ട് തന്നെ ക്രെയിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചതിന് ശേഷം മാത്രമേ മാറ്റാൻ കഴിയുകയുള്ളൂ. നിലവിലിപ്പോൾ വീണ്ടും താമരശ്ശേരി ചുരത്തിൽ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വരിയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് പൂർണ്ണമായും ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ. സുഹൈൽ, മിഥില, ഈ സിനിമയിലേക്ക് കാണുന്ന കണക്കെയാണ് ഈ അപകടം ഉണ്ടായത്. എന്താണ് കൃത്യമായി അപകടത്തിലേക്ക് നയിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടോ? എപ്പോഴായിരുന്നു അപകടം? ഈ പറഞ്ഞതുപോലെ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഈ ചുരം ബ്ലോക്കായതിന് പിന്നാലെ നേരത്തെ തന്നെ അനുമതി ഉണ്ടായിരുന്നോ കയറി പോകാൻ? അല്ലെങ്കിൽ ഇപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഒരു വിലക്കുണ്ടായിരിക്കുന്നത്? സുഹേലെ, മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ചെറിയ രീതിയിലൊരു പ്രതിഷേധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത്തരം വാഹനങ്ങൾ മാത്രം കടത്തിവിടുന്നില്ല എന്നതുൾപ്പെടെ അവിടെയുള്ള ഡ്രൈവർമാരുൾപ്പെടെ ആരോപണം ഉന്നയിച്ചു, അല്ലെങ്കിൽ അവർ പരാതി ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വരിയിൽ കൂടി മാത്രമായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം എന്നത് നിയന്ത്രണം വിട്ടതാണ് ഈ വാഹനത്തിൻ്റെ. ഒപ്പം തന്നെ 12:45 ഈ ഒരു സംഭവം ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 9-ാം വളവിലാണ്. 9-ാം വളവിൽ ഈ സംരക്ഷണ ഭിത്തി തകർത്തുകൊണ്ട് ഈ ഒരു കണ്ടെയ്നർ ലോറി പാതി കൊക്കയിലേക്ക് മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയായിരുന്നു. വലിയൊരു അപകടം തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഒഴിവായിട്ടുള്ളത്. 2 പേരാണ് ഈ കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടായിരുന്നത്, ഡ്രൈവറും മറ്റൊരാളും. ആ ഡ്രൈവറെ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കയറ് കെട്ടിയൊക്കെയാണ് പോലീസും നാട്ടുകാരും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ആ ഡ്രൈവറെ പുറത്ത് എത്തിക്കുന്നത്. സുഹേൽ പറയുന്നത് പോലെ സിനിമയിലെല്ലാം കാണുന്നത് പോലത്തെ തന്നെ ഒരു ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നത്. ഈ കണ്ടെയ്നർ ലോറി അവിടെ നിന്നും മാറ്റിയിട്ടില്ല. കണ്ടെയ്നർ ലോറി മാറ്റാത്തത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു ഭാരം കണ്ടെയ്നർ ലോറിക്കുണ്ട്, ലോഡുണ്ട്, പാഴ്സൽ ആണെന്നാണ് നമുക്ക് പ്രാഥമികമായി വ്യക്തമാകുന്നത്. എങ്ങനെ ഇത് ഈ ലോറി അവിടെ നിന്ന് മാറ്റുമെന്നാണ്? ആദ്യം അതിലുള്ള ഭീമമായ ലോഡ് എടുത്ത് മറ്റൊരു ലോറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം ഈ ലോറി മാറ്റാനാവുക. ഈ ലോഡ് എടുക്കുന്ന സമയത്ത് ഈ ലോറി താഴോട്ട് പതിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അതീവ സങ്കീർണമായ ഒരു ദൗത്യമായിരിക്കും ലോറി അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത്. ഇന്ന് മാറ്റിയില്ലെങ്കിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷവുമാവുകയും ചെയ്യും. സ്ഥിതി സങ്കീർണമാണ്. എങ്ങനെ പരിഹരിക്കും? തീർച്ചയായും സുഹേൽ, അത്തരമൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 9-ാം വളവ് നമുക്കറിയാം, നേരത്തെ തന്നെ ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലം അവിടെ നിലനിൽക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു സമയം കൂടിയായിരുന്നു. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത്തരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്ന ഒരു പരാതി ഉയർന്നു. അതിന് പിന്നാലെയാണ് എല്ലാ വാഹനങ്ങൾക്കും ചുരത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു അനുമതി നൽകിയത്. അതും ഒരു വരിയിൽ കൂടി മാത്രമായിരുന്നു അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു കണ്ടെയ്നർ ലോറി അവിടെ നിയന്ത്രണം വിട്ട് ഈ സംരക്ഷണ ഭിത്തിയെല്ലാം തകർത്തുകൊണ്ട് താഴോട്ട് പതിച്ചിട്ടില്ല. പക്ഷേ ഭാരമുള്ളത് കൊണ്ട് മാത്രം കൊക്കയിലേക്ക് പതിച്ചില്ല. അത് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. പക്ഷേ ഇനി സുഹേൽ ചോദിച്ചതുപോലെ ഇനി ആ ഒരു ലോറി അവിടെ നിന്ന് മാറ്റുക എന്നതാണ് ഏറെ ശ്രമകരമായ ദൗത്യം. കാരണം പാഴ്സലെല്ലാം തന്നെ അവിടെ നിന്നും എടുത്തു മാറ്റി, ആ ലോഡെല്ലാം തന്നെ അവിടെ നിന്നും എടുത്തു മാറ്റി വലിയ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചു വേണം നിലവിൽ ആ ലോറി അവിടെ നിന്ന് മാറ്റേണ്ടത്. അഗ്നിരക്ഷാസേന ഉൾപ്പെടെയുള്ള ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ, മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ ചുരത്തിൽ പോലീസിന്റെ ഒരു നിരീക്ഷണമുണ്ട്. മാത്രമല്ല സാധാരണ അവസ്ഥയിലേക്ക് ചുരം എത്തുന്നതുവരെ അവിടെ ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഒരു ഫയർഫോഴ്സ് യൂണിറ്റും അവിടെയുണ്ട്. നിലവിൽ എന്തുതന്നെയായാലും അത് അവിടെ നിന്ന് നീക്കാനുള്ള അടിയന്തര നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട്. സുഹൈൽ, എന്തായാലും ഒരു വല്ലാത്ത അപകടമാണ്. ആ ഡ്രൈവറും അതിലുണ്ടായിരുന്ന സഹായമൊക്കെ ആ സമയത്ത് അനുഭവിച്ചൊരു മാനസികമായ ബുദ്ധിമുട്ട് നമുക്ക് ഓർത്തെടുക്കാവുന്നതിനും അപ്പുറമാണ്. എന്തായാലും 2 പേരും തൽക്കാലം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ലോറി അവിടെ നിന്ന് മാറ്റിയിട്ടില്ല.